അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലഡ് സിസ്റ്റേഴ്സ്, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാകും അല്ലേ, ഉംറക്കെന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു ഒരു വിവരവുമില്ല, എന്താ മെസ്സേജോ ക്ലാസ്സുകളോ ഒന്നും കേൾക്കാത്തതെന്നല്ലേ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് 2025 റമളാനിലെ ഉംറ നിർവഹിക്കുവാനുള്ള മഹത്തായ ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. സൗദി നോമ്പ് 4-ന് ചൊവ്വാഴ്ച രാവിലെ മക്കയിൽ ലാൻഡ് ചെയ്തു. അൽഹംദുലില്ലാഹ് ബില്ലാഹി തൗഫീഖ്. അന്ന് തന്നെ ഉംറയും നിർവഹിച്ചു. കഅബ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം അതൊന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. എന്താണ്, സന്തോഷം കൊണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അതായത് സന്തോഷത്തിൻ്റെ കണ്ണീർ അടക്കാൻ ഒട്ടേറെ പ്രയാസപ്പെടേണ്ടി വന്നു. വല്ലാത്തൊരനുഭൂതിയായിരുന്നു. അതായത് കഅബ കാണുക, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ രണമണിഞ്ഞ മണ്ണിലൊന്ന് ചവിട്ടുക, ഒരുപാട് പ്രയാസങ്ങൾ പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്ന ഹാജറ ബീബി ഒരു കുഞ്ഞു പൈതലിന് വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് ഒട്ടേറെ ഓടിക്കിതച്ച മണ്ണിലൊന്ന് ചവിട്ടുക എന്ന വലിയൊരു ആഗ്രഹമായിരുന്നു. ആഗ്രഹം എന്ന് വെച്ചാൽ അതിന് മുൻപ് പോയിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വരിക എന്നുള്ളൊരു ആഗ്രഹം തന്നെ. ആഗ്രഹമോ ദുരാഗ്രഹമോ എന്നറിഞ്ഞുകൂടാ. വീണ്ടും വീണ്ടും കാണുക എന്നതും കൂടെ എൻ്റെ ഒരു എന്താ പറയുന്നത്, മനസ്സിൻ്റെ അതിയായൊരു അനുഭൂതിയായിരുന്നു എന്ന് വേണം പറയാൻ. 2016 റമളാനിൽ ഉംറ നിർവഹിച്ചപ്പോൾ വീണ്ടും ഒന്ന് ഈ മണ്ണിൽ കാലുകുത്തണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. ഈ വിഷയം പറയുമ്പോൾ ഞാൻ ആലുംറാനിലെ 42-ാമത്തെ ആയത്ത് ഓർക്കുകയാണ്. വയക്കാലത്തിൽ മലായികത്തു യാ മറിയമു ഇന്നല്ലാഹ അസ്തഫാക്കി വതഹറക്കി വസ്തഫാക്കി അലന്നിസാഇൽ ആലമീൻ എന്ന ആയത്ത് സ്മരിച്ചു പോവുകയാണ്. അതായത് മലക്കുകൾ മറിയം ബിവിയോട് പറയുകയാണ്, അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ജനങ്ങളിൽ നിന്നിലെ സ്ത്രീകളിൽ നിന്ന്. റബ്ബിൽ ലോകരക്ഷിതാവായ അള്ളാഹു ലോകരിൽ നിന്ന് നിന്നെ തിരഞ്ഞെടുക്കുന്നു, നിന്നെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു അവിടെ ഈ മണ്ണിൽ ചവിട്ടാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ അള്ളാഹുവിനെ സ്തുതി പറയാൻ വാക്കുകളില്ലായിരുന്നു അല്ലേ. വഹുവ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൽ ലിമാ യുരീദ്. എത്രമാത്രം സത്യമാണ് ആ വാക്കുകൾ. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഒരുപാട് സ്നേഹിക്കുന്നതാണ്. അള്ളാഹു സ്നേഹിക്കുമ്പോൾ നമ്മ ആരും സ്നേഹിക്കൂല അല്ലേ. ഈവൻ നമ്മുടെ ഉമ്മയോ ഭർത്താവോ പോലും. ദുൽ അർശിൽ മജീദ് അല്ലേ, അത് സുത്യർഹനായ അല്ലേ, അങ്ങേയറ്റം മഹത്തായ അർശിന്റെ ഉടമസ്ഥനാണ്. ഫഖാലു ലിമാ യുരീദ്, അതിൻ്റെ അടിയിൽ പറഞ്ഞത് അടിവരയിട്ട് വേണം പറയാൻ അല്ലേ. ഫഖാലു ലിമാ യുരീദ്, അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതവന് പ്രവർത്തിക്കും. അതിന് വേറൊരാളെ കാത്തു നിൽക്കുക, വേറൊരാളുടെ ഇഷ്ടമോ സന്തോഷമോ ഒന്നും അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമല്ല അല്ലെ. എത്ര പരമാർത്ഥമാണ് ഈ വാക്യങ്ങൾ, ഖുർആനിലെ സത്യങ്ങൾ. എത്ര പണക്കാർ അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ്, GCC കൺട്രീസ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ ടൂറിനായിട്ടും പല വിനോദ ആവശ്യങ്ങൾക്കുമായിട്ട് വരുന്നു അല്ലേ. എന്നാൽ അവർക്കൊക്കെ കിട്ടാത്തൊരു മഹത്തായ ഭാഗ്യം അള്ളാഹു റമളാൻ മാസത്തിൽ ഒരു മാസത്തെ ഉംറയ്ക്ക് ക്ഷണിച്ചതിൽ അങ്ങേറ്റം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എന്നിരുന്നാലും ചിലരൊക്കെ തന്നെ മക്കളെ കൂടെ ഗൾഫിലേക്ക് വരുമ്പോൾ അതിൽ ഒരു ഹിഡൻ അജണ്ടയായിട്ട് ഉംറ മനസ്സിൽ വെച്ച് വരാറുണ്ട്. അങ്ങനെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അവരെ കുറിച്ചല്ല പറഞ്ഞത്. എന്നാൽ ഇത്രയൊന്നും മനസ്സിലേക്ക് ഇതൊരു കാര്യമായിട്ട് എടുക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് ഇനിയെങ്കിലും അള്ളാഹുവിൻ്റെ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ രണാങ്കണത്തിൽ ഈ ബദർ ഉഹദ് യുദ്ധങ്ങൾ നടന്ന ഈ ഭൂമിയിൽ ഒന്ന് ചവിട്ടുവാനും ഇവിടെ വന്ന് പാപമോചനം നിർവഹിക്കുവാനും സാധിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും തോന്നാറുണ്ട്. മുസ്ലിങ്ങളിൽ പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും കഴിവുള്ളവർക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ബാധ്യതയുള്ള കാര്യമാണ് മക്കയിൽ വന്ന് ഉംറ നിർവഹിക്കുക എന്നത് അല്ലെ. ഹജ്ജും ഉംറയും. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക അള്ളാഹുവിന് വേണ്ടി അല്ലെ, അള്ളാഹുവിൻ്റെ സന്തോഷത്തിന് തൃപ്തിക്കും വേണ്ടി. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നു, ജീവിതത്തിൽ ഒരു തവണ ഹജ്ജ് ചെയ്യൽ നിർബന്ധമായ പോലെ തന്നെ ഉംറ ചെയ്യലും ശരിയായ വീക്ഷണം. അത് മജ്മുൽ ഫത്താവ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്ന ഒരു ഹദീസാണത്, ഒരു പ്രസ്താവനയാണ്.
ഒന്നിലധികം തവണ ഉംറ നിർവഹിക്കുന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാം. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൻ, ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള സംഭവിക്കുന്ന പാപങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തമാണ്. കഫാറത്തുൻ ലിമാ ബൈനഹുമ വൽ ഹജ്ജു മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അതായത് മബ്റൂറായ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ സ്വർഗം മാത്രമാണ് അവന് പ്രതിഫലം. അപ്പോൾ ഇത്തരത്തിലുള്ള ഹജ്ജും ഉംറയും നിർവഹിക്കുകയും അതിനുള്ള പ്രതിഫലം നേടിയെടുക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യമാണ്. നിങ്ങളെല്ലാവരും തന്നെ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പണവും മറ്റുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളോ സാന്ദർഭിക വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ ദുആയിലൊരു വിഷയമാക്കരുത്. അതൊക്കെ നീക്കിത്തരുന്നവൻ അള്ളാഹുവാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് രാജാവ് തീയിലിട്ട് ചുട്ടുകരിക്കാൻ വേണ്ടി തീക്കുണ്ടാരം ഒരുക്കിയപ്പോൾ ഉപ്പ നോക്കി നിന്നു. ഉമ്മയും സഹോദരന്മാരും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ, ഏതൊരവസ്ഥയിലാണോ ആ തീയിലിട്ടിട്ട് അതുപോലെ തന്നെ രക്ഷിക്കാൻ പ്രാപ്തനാണ് നമ്മുടെ അള്ളാഹുലെ. അതുപോലെ തന്നെ നമുക്കും ആഗ്രഹമുണ്ടെങ്കിൽ അത് ആഗ്രഹം അങ്ങോട്ട് സമർപ്പിക്കാം. അത് നടത്തി തരേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം അള്ളാഹുവിനുണ്ട്. അള്ളാഹു ചെയ്യും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലേ? എല്ലാവരും, ഞാൻ എന്നെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. പക്ഷെ ആ ദുആകളൊന്നും തന്നെ ഞാൻ റൂമിൽ വെച്ചിട്ടോ ഹറമിലെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചോ ഒന്നും ദുആ ചെയ്യാൻ എനിക്ക് തൃപ്തി വന്നില്ല. ഞാൻ ഹറമ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ സഫയിലോ മറവയിലോ ഇരുന്ന് അത്തരം കാര്യങ്ങൾ പറയുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പേരെടുത്ത് പറയാൻ ആവശ്യപ്പെട്ട പലരുടെയും കാര്യങ്ങൾ ഞാൻ പേരെടുത്ത് തന്നെ പറഞ്ഞു. എന്നിരുന്നാലും പറയാൻ വിട്ടുപോയവരോ പേര് മറന്നുപോയവരോ ഉണ്ടെങ്കിൽ അള്ളാഹുവിന് അത് അറിയാമല്ലോ. ഇന്നല്ലാഹ അഅലമുലെ, അള്ളാഹു എല്ലാറ്റിനേക്കാളും ഉത്തമമായി അറിയുന്നവനാണ് എന്ന വിശ്വാസത്തിൽ എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ 1-2 ആവർത്തി ദുആ ചെയ്തിട്ടുണ്ട്. ഇനിയും അവസരം കിട്ടുമ്പോൾ ഞാൻ ദുആ ചെയ്യുമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. പാപമോചനത്തിന് ഉദാത്തമായ മാതൃക, അതായത് റജ കയോമി വലദത്ഹു ഉമ്മുഹു, അതായത് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനോളം പരിശുദ്ധമായ രീതിയിൽ ഈ കഅബാലയത്തിങ്കൽ നിന്ന് തിരിച്ചു വരുവാൻ അള്ളാഹു വിധി കൂട്ടുമാറാകട്ടെ. ആമീൻ. ഞാനിപ്പോൾ ഈ വിഷയം ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ കാരണം പ്രത്യേകം പറയുകയാണ്. 2016 കണ്ടതിൽ നിന്നും ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കഅബയിൽ എനിക്ക് ദർശിക്കുകയുണ്ടായി. അതിൽ 50% വീണ്ടും വികസനം നടന്നു എന്നാണ് പറയേണ്ടത്. അതായത് ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ ഉണ്ടായിരുന്നു, കാം ആൻഡ് ക്വയറ്റ് ആൻഡ് കൂൾ പ്ലേസ്. ഭയങ്കര തണുപ്പാണ്, ആരും ഓടിക്കൂല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് ഇബാദത്ത് ചെയ്യാം, കിടക്കാം, ഉറങ്ങാം. പക്ഷെ അതൊക്കെ ഹറം റിനോവേഷൻ നടന്നപ്പോൾ ആ സ്ഥലമൊക്കെ സഫയും മറവയും അങ്ങനെ ആയിട്ട് നമുക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത കോലത്തിലേക്ക് ഹറം വികസിച്ചിരിക്കുന്നു. ഒരേ ലാൻഡിൽ ഒരേ ഫ്ലോറിൽ തന്നെ എത്ര സ്ഥലത്താണ് ഉംറ നടക്കുന്നത്, എത്ര സ്ഥലത്താണ് സഅയ് നടക്കുന്നതെന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവൂല, അല്ലെ? ഒരേ ഏരിയയിൽ ഒരേ ഫ്ലോറിൽ തന്നെ സാധാരണ ഒരൊറ്റ ഭൂമിയിൽ അല്ലെ ലാൻഡ് സ്പേസിൽ മാത്രം നടന്നിരുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും ഒക്കെ എത്ര ലെവലിലാണ് നടക്കുന്നത്, നമുക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. നമസ്കരിക്കാനുള്ള സ്പേസ് വളരെ വളരെ ചുരുങ്ങിയിരിക്കുന്നു. മാത്രവുമല്ല, ഒരു ഏക്കർ ഒരു 50 സെന്റ് 60 സെന്റ് അത്രയും ഏരിയകൾ അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അടച്ചിട്ടിട്ട് അവിടെ നമസ്കരിക്കാൻ വിടുന്നില്ല. അങ്ങനെ ഈ വരുന്ന വിശ്വാസികൾ, കഴിഞ്ഞ ദിവസം യാദൃശികമായിട്ട് ഞാൻ ക്ലോക്ക് ടവറിലൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പോയി. പണ്ട് 2016 ഞാൻ വന്നപ്പോൾ അവിടെ ഇമാമത്തും നമസ്കാരവും ക്ലാസ്സും ഇതൊക്കെ നടന്നിരുന്നു. ജുമാൻ്റെ കുത്തുബൊക്കെ അങ്ങോട്ട് കൃത്യമായിട്ട് കേൾക്കുകയും അവിടുന്ന് ജമാഅത്തായി നമസ്കരിക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പതിവിന് വിപരീതമായി ഇപ്പോൾ അവിടെ, അതായത് ക്ലോക്ക് ടവറിൻ്റെ അകത്ത് ജമാഅത്ത് നമസ്കാരമൊന്നും കിട്ടുന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് വിഷണ്ണനായി നിൽക്കുമ്പോൾ എങ്ങനെ ഈ നോമ്പ് തുറക്കും എന്നുള്ളത് ആലോചിച്ച് റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് തറാവി മിസ്സാവുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഒരാളുണ്ട് ട്രക്കിൽ കുറേ നോമ്പ് തുറ കിറ്റായിട്ട് പോകുന്നു. ഭാഗ്യം, അയാളെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ 5-6 പെണ്ണുങ്ങളെ നിസ്സഹായാവസ്ഥ അയാൾക്ക് ഫീൽ ചെയ്ത് കാണുമായിരിക്കും. അതുകൊണ്ട് അയാൾ ഒരു കിറ്റ് തന്നതിൽ ചിക്കൻ മച്ബൂസും വെള്ളം, കാരക്ക, അങ്ങനെ കണ്ട സാധനങ്ങൾക്ക് അൽഹംദുലില്ലാ അതും തിന്ന് ഞങ്ങൾ ക്ലോക്ക് ടവറിൻ്റെ മുറ്റത്ത് നിന്ന്, അതായത് ഹറമിലേക്ക് കടക്കാൻ ഒരു നിർവാഹവുമില്ല, ബാങ്കും കൊടുത്തു. അവിടെ തന്നെ നിന്ന് നമസ്കരിച്ച് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ഹറമിനുള്ളിൽ കയറി പറ്റാം
തറാവീഹ് നമസ്കരിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഉള്ളിലേക്ക് പോയി. 7 മണിക്കാണ് നമ്മൾ പോണത്. 8:30 വരെ പല 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 സ്ഥലങ്ങളിൽ, ഒരുപാട് എസ്കലേറ്ററുകളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ നടന്ന് 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 അന്ന് രാവിലെ ആണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്, പിന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ വീട്, പിന്നെ എന്താണ് ദാറുൽ അക്രം, അങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ച് ചരിത്ര സന്ദർശനം കഴിഞ്ഞ് മടങ്ങി. അതിൻ്റെ പിന്നാലെയായിരുന്നു 7 മുതൽ 8:30 വരെ ഈ അലച്ചിൽ. ഒരു മുസല്ല വിരിക്കാനുള്ള സ്ഥലത്തിന് വേണ്ടി കുറേ സ്ഥലങ്ങളിൽ ഇരുന്ന് അവിടെ നിന്നൊക്കെ നിഷ്കരുണം അവർ ആട്ടി ഓടിച്ച് ഇവിടെ സ്കരിക്കരുത് ഇവിടെ സ്കരിക്കരുത് അങ്ങനെ ഓടി 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 8:30 മണി വാങ്ക് കൊടുക്കുന്ന ശേഷം അങ്ങനെ ഈ നിങ്ങൾക്കെല്ലാം ഹറമിൽ വന്നവർക്ക് പരിചയമുണ്ടാകും. ഹറമിലേക്ക് എൻ്റർ ചെയ്യുന്ന അജിയതിൻ്റെ ഭാഗത്ത് നിന്ന് അവിടേക്കാണ് കുറേ പ്രാവ് തിന്നുകയും കഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ, ഒരുപാട് പ്രാവുകൾ. അവിടെയാണ് നമുക്ക് സ്ഥലം കിട്ടിയത്. അപ്പോൾ പ്രാവ് ഭക്ഷണം കഴിക്കുകയും കഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന ആ സ്ഥലത്ത് മുസല്ല വിരിച്ച് നമസ്കരിച്ചു. ഭയങ്കരമായിട്ട് ക്ഷീണം, ഒരുപാട് നടന്ന് കാല് കടഞ്ഞിട്ടാണ് എൻ്റെ കാല് ഫ്രാക്ചറായി കാലായതുകൊണ്ട് തന്നെ കാല് കടഞ്ഞിട്ട് നടന്നും കൂടെ എന്തോ ഒരവസ്ഥയിൽ അവിടുന്ന് നമസ്കരിച്ചു. അത് വെച്ച് വളരെ വിഷമം തോന്നി. കാരണം ഹറമ് വികസനം നടന്ന് 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 അതിന് മാത്രം ആൾക്കാരും അവരൊക്കെ ഓവർ കൺട്രോൾ, ബിയോണ്ട് ദെയർ കൺട്രോളാണ് ഇപ്പോഴായിട്ടുള്ള അവസ്ഥ. ഒരു തരത്തിൽ ഹറമിൻ്റെ അകത്തൊരു മുസല്ല കിട്ടാന്ന് വെച്ചാൽ മഹാഭാഗ്യമാണെന്ന് നമസ്കരിക്കാൻ. അതായത് ബാങ്ക് കൊടുക്കുന്ന ഏതാനും മിനിറ്റുകൾ മുമ്പ് മാത്രമാണ് അവർ വിരിച്ചിട്ടുള്ള മുസല്ലയിലേക്ക് ആളുകളെ കയറ്റുക. അത് അതിൻ്റെ മുമ്പേ പോയി നിന്നാൽ ഹജ 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 എന്നും പറഞ്ഞ് അവിടുന്ന് ആട്ടി ഓടിക്കും. പിന്നെ വേറെ എവിടെ പോയാലും അവിടുന്ന് ആട്ടി ഓടിക്കും. ഈ പ്രായമായ പെണ്ണുങ്ങളൊക്കെ മുസാഫിലൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ അവർ പറഞ്ഞാൽ എണീക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ആരോഗ്യമുള്ള നമുക്ക് പോലും താഴെ ഇരുന്ന് അവിടുന്ന് എണീക്കാൻ കുറച്ച് പ്രയാസമാകുമ്പോൾ വയസ്സായ ആളുകളുടെ ഒരു അവസ്ഥ. എന്നിട്ട് അവർ ഓതിയ മുസാഫ് ആ വെപ്പൊക്കെ അങ്ങോട്ട് ഇതാക്കി ഒരു വാങ്ങി ഒരു വലിച്ചെറിയുന്ന ആക്ഷനാണ് അവരോട് വാങ്ങുന്നത്. അത്രയും ഒരു അവസ്ഥയാണ് ഇപ്പം കണ്ടു പോരുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ റൂം കിട്ടിയെന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ എബവ് നടക്കാനും ഉണ്ട്, കയറ്റവും ഉണ്ട്. അതൊക്കെ ഉള്ളു ഇപ്പം കിട്ടുന്നുള്ളൂ. അതിന് മാത്രം വലിയ വലിയ പണക്കാരൊക്കെ അടുത്തടുത്തൊക്കെ എടുക്കുമ്പോൾ പിന്നെ നമ്മളെ ക്യാഷിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു പിന്നെ ബഡ്ജറ്റ് റൂമാകുമ്പോൾ അത്രയൊക്കെ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ ഉംറയ്ക്ക് വരികയാണെങ്കിൽ കാര്യമായിട്ട് മക്കളോ ആരെങ്കിലും, അതും ഒരിക്കലും നടക്കാൻ പറ്റാത്ത ആളുകൾ ഒറ്റയ്ക്ക് ഒരിക്കലും 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 വരരുത്. കാരണം ഇവിടെ കിലോമീറ്ററുകളോളം നടക്കണം. ആദ്യം ഇവിടെ അന്ന് ലാൻഡ് ചെയ്ത് അന്ന് ഉംറയും സഅയും ചെയ്ത് കഴിഞ്ഞപ്പോൾ 18 കിലോമീറ്ററാണ് നമ്മുടെ വാക്കിംഗ് ആപ്പിൽ മീറ്റർ കാണിക്കുന്നത്. അത്രയും കിലോമീറ്റർ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വരാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല പ്രായത്തിൽ തന്നെ ഇവിടെ വന്ന് ഹജ്ജും ഉംറയൊക്കെ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ എന്താ എളിയ മനസ്സിൽ നിന്ന് ഞാൻ അങ്ങേറ്റം നിങ്ങളോട് അപേക്ഷിക്കുന്നത് പോലെ പറയുകയാണ്. കാരണം വയസ്സായി കഴിഞ്ഞാൽ കാലിന് വയ്യാണ്ടായാൽ മക്കളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇവിടെ ഹറമിലേക്ക് വരാനേ പറ്റൂല. റൂമുമായിട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ ഓരോ ഭക്തിലും ഹറമിൻ്റെ അകത്തൊരു മുസല്ല കിട്ടുക എന്ന് വെച്ചാൽ ഒരു മഹാഭാഗ്യമെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് ടഫസ്റ്റാണ് ഇവിടെ കയറിയിട്ട് ഹറമിൻ്റെ അകത്ത്. ചിലപ്പോഴൊക്കെ ഒന്ന് ഹറമ് കണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ ദുആ ലിസ്റ്റ് എടുത്ത് അങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. റാബിയൊക്കെ ഭയങ്കര തിരക്കുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കഅബയാണ് ഞാനിപ്പോൾ ഇപ്രാവശ്യം 2025 ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും കൂടെ ആയിട്ട് പറയാൻ, ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാലിനോ ഹാർട്ട് സംബന്ധമായ പ്രശ്നമുള്ള 1-2 ആളുകളെ ഇവിടെ കൂട്ടി വന്നിട്ട് അവരൊക്കെ ഒട്ടേറെ വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. പിന്നെ വഴിയിൽ എനിക്ക് കിട്ടിയൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ 30 പേരായിരുന്നു യാത്ര തിരിച്ചത്. അങ്ങനെ എയർപോർട്ടിലെത്തി ഞങ്ങളെ മുത്തവഫിൻ്റെ വണ്ടി വന്നു. ഞങ്ങൾ കയറിയപ്പോൾ ഒരാളെ മിസ്സ്. എങ്ങനെ നോക്കിയിട്ടും അയാളെ കാണുന്നില്ല. പക്ഷെ അയാളെ അയാൾ പിന്നെ ബാഗ് ഇങ്ങനെ ആ ബെൽറ്റ് കിടന്ന് കറങ്ങുന്നതായിട്ട് കണ്ടു. അയാളെ കിട്ടിയില്ല. പക്ഷെ വളരെ വിഷമം തോന്നി. നമ്മളൊപ്പരം വന്നൊരു ഉസ്മാൻ എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ ഒരു പ്രയാസമായല്ലോ എന്നും വിചാരിച്ചു. അയാളെ കുട്ടി ഒരു വിവരമില്ല. അയാളെ പെട്ടി ഇങ്ങനെ കറങ്ങുന്നതെന്ന് മാത്രം. അതിൽ പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായി അയാളെ ദുബായ് പാസ്പോർട്ടിൽ എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അയാളെ പിടിച്ചിട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനത്തെ നിയമങ്ങൾക്ക് അടുത്ത ഈ സൗദി UGC കൺട്രികളിലൊക്കെ ഉള്ള വിഷമങ്ങൾ, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട് താനും. അപ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ കൂടി ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കുവാനും നമ്മോടൊപ്പം വന്നവരൊക്കെ നല്ല രീതിയിൽ തന്നെ സന്തോഷത്തോടെ സ്നേഹത്തോടെ തിരിച്ച് ഉംറ കഴിഞ്ഞ് വീട്ടിലെത്തിക്കുവാനും ഒക്കെ നിങ്ങളുടെ ദുആ എൻ്റെ കൂടെ ഉണ്ടാവണം.
എൻ്റെ കാല് ഭയങ്കര വേദനയും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയൊന്നും നടത്തുന്ന എൻ്റെ കാലിന് അഫോർഡബിൾ അല്ല എന്ന് വേണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും കുറേ റെസ്റ്റ് എടുത്ത് കുറേ നടന്ന് കുറേ ഇരുന്ന് അങ്ങനെയൊക്കെ എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇനി വരും ദിവസങ്ങളിൽ അടുത്ത ആഴ്ചയാണെന്ന് തോന്നുന്നു പിന്നെ മദീനയിലേക്കുള്ള യാത്ര. മദീനയിലെ നോമ്പ് തുറയൊക്കെ ഒരു സ്പെഷ്യൽ അനുഭൂതിയാണ്, അത് പറയേണ്ടത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീക്ക്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, ആരൊക്കെയോ എന്നോട് പേരെടുത്ത് പറയാൻ പറഞ്ഞു, അവർക്കെല്ലാം സ്പെഷ്യലായിട്ടും പ്രാർത്ഥിച്ചു. അതല്ലാത്തവരെ മൊത്തത്തിലും പ്രാർത്ഥിച്ചിട്ടുള്ളതായിട്ട് ഞാൻ കഅബ കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചതായിട്ട് അറിയിക്കുകയാണ്. ഇനി തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണം. അതായത് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന എല്ലാവർക്കും ആരോഗ്യത്തോടെ ചെയ്യാനും തിരിച്ച് വീട്ടിലെത്താനും. വേറെ ഒരു റൂമർ കേട്ട എന്താ വെച്ചാൽ, സൗദിയിൽ എത്തിക്കാഫ് ഇരിക്കുന്നവർക്കായിട്ട് മുസല്ല വിരിക്കുന്നു, ഗവൺമെൻറ് മുസല്ല. അവിടെ ഉള്ളവർക്ക് ഗ്രീൻ കാർഡ് കാട്ടിക്കൊടുത്താൽ എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാം, മുസല്ലയിൽ സ്ഥാനം കിട്ടും എന്നൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് സ്വീകരിച്ചിട്ടൊന്നുമില്ല. അത് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രാവിന് ഭക്ഷണം കൊടുക്കുന്ന ആ സ്ഥലങ്ങളിൽ വെച്ചാണ് ഇഷാ തറാവി നമസ്കരിച്ചത്. അവിടെയെന്ന് വെച്ചാൽ ഊട്ടീനെ വെല്ലുന്ന തണുത്ത കാറ്റ്, ഭയങ്കര കാറ്റ്. ആ കാറ്റത്ത് നിന്ന് നമസ്കരിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ചെറിയ കോൾഡൊക്കെ പിടിപെട്ടു. അതുകൊണ്ടാണ് സൗണ്ട് ക്ലിയർ അല്ലാത്തത്. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീക്ക്. ഇനി സൗകര്യം കിട്ടുമ്പോൾ ഞാൻ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. പിന്നെ വിചാരിച്ച പോലെ ഡയറക്റ്റ് ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ വൈഫൈ ഒന്നും എഫിഷ്യൻ്റ് അല്ല. എന്നിട്ടും ഞാൻ വലിയ പൈസ കൊടുത്ത് പിന്നെ ഫോൺ റീചാർജൊക്കെ ചെയ്തിട്ടുണ്ട്. അതും അത്രമാത്രം കേപ്പബിൾ അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീക്ക്. തുടർന്നും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. കൂടുതൽ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹുവിൻ്റെ മഖബൂലും മബറൂറും മൈസൂറുമായ ഉംറ നിർവഹിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കാരുണ്യം വർഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, അതായത് ഈ ഭൂമി പവിത്ര ഗേഹത്തിൽ സന്ദർശിക്കുവാൻ ആരൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും യാതൊരു നിർദാക്ഷിണ്യം, യാതൊരു മടിയും കൂടാതെ ഇഷ്ടം പോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വീണ്ടും വീണ്ടും ലൗലാ ദുആഉക്കും, അതായത് നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നു എങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല അല്ലേ. അപ്പം അതുകൊണ്ട് ഒന്നും തന്നെ നിരാശരാവാതെ ഒരുപാട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്ത് കൊണ്ടിരിക്കുക. ദുആകൾ അള്ളാഹു അതായത് അള്ളാഹുവിലേക്ക് നിവർത്തിപ്പിടിച്ച കൈകൾ വെറും കൈയോടെ മടക്കുന്നതിന് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.